US റഷ്യ വാഗ്പോര് ശക്തം. രണ്ടാഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വാഗ്പോര്. സോവിയറ്റ് കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴുമുണ്ടെന്ന റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിന്റെ പ്രസ്താവന ട്രംപിനെ ചൊടിപ്പിച്ചു. പിന്നാലെ റഷ്യയുടെ അടുത്തായി 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ട്രംപ് ഭീഷണി നാടകം അവസാനിപ്പിക്കണമെന്ന് റഷ്യ പറഞ്ഞു. ഇറാനോടും ഇസ്രായേലിനോടുമുള്ള വിരട്ടൽ എടുക്കണ്ടെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി. രണ്ടാം വരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വാനോളം പുകഴ്ത്തിയിരുന്നു. പുടിന്റെ ശത്രുക്കളെ പരസ്യമായി അവഹേളിച്ചു. ട്രംപ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇഷ്ടം നേടാൻ ശ്രമിച്ചു. ട്രംപിന്റെ പുകഴ്ത്തലിൽ വ്യക്തി താൽപര്യമാണെന്നറിഞ്ഞ പുടിൻ ആ തന്ത്രത്തിൽ വീഴാതെ അകന്നുമാറി. അതോടെ പുടിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാൻ ഡൊണാൾഡ് ട്രംപിന് ഒരു മടിയും തോന്നിയില്ല. എങ്ങനെയും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ശുപാർശ പട്ടികയിൽ വിലപ്പെട്ട നേട്ടമാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് വ്ളാദിമിർ പുടിന്റെയും റഷ്യയിലെ മറ്റ് നേതാക്കളുടെയും സമീപനം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. 6 മാസത്തിനിടെ 6 യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കിയെന്നും സമാധാനത്തിന്റെ പ്രസിഡന്റായതിൽ അഭിമാനിക്കുന്നുവെന്നും സ്വയം പ്രശംസിച്ച ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത ലക്ഷ്യം യുക്രൈൻ യുദ്ധത്തിന്റെ വിരാമമാണ്. യുക്രൈന്റെ പേരിൽ റഷ്യക്കെതിരെ പലതരത്തിലുള്ള ഭീഷണി ആവർത്തിച്ചു മുഴക്കുകയായിരുന്നു ട്രംപ്. റഷ്യയുമായി അടുത്തു നിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള പങ്കാളികൾക്കെതിരെയും തീരുവയുടെ പേരിൽ ഭീഷണി ഉയർത്തി. റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും ചത്ത സമ്പദ്വ്യവസ്ഥയാണെന്നും 2 രാജ്യങ്ങളും ഒരുമിച്ച് തകരട്ടെയെന്നും ട്രംപ് പരിഹസിച്ചു. ഓഗസ്റ്റ് 8-ന് മുൻപ് യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ വ്ളാദിമിർ പുടിൻ സംയമനം പാലിച്ചപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ്. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് മെദ്വദേവ് സമൂഹമാധ്യമത്തിൽ തിരിച്ചടിച്ചു. ഇതോടെ സമൂഹമാധ്യമത്തിൽ ട്രംപ് മെദ്വദേവ് വാഗ്പോര് ശക്തമായി. പുടിൻ മൗനമായിരിക്കുകയും മെദ്വദേവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി മുന്നോട്ട് വരികയും ചെയ്തത് ട്രംപിന് സഹിക്കാനാവുന്നതല്ലായിരുന്നു. ദിമിത്രി മെദ്വദേവ് പരാജിതനായ പ്രസിഡന്റാണെന്ന് ട്രംപ് പരിഹസിച്ചു. അയാൾ അപകടകരമായ മേഖലയിലേക്കാണ് കടക്കുന്നതെന്നും ഇപ്പോഴും റഷ്യൻ പ്രസിഡന്റാണെന്ന വിചാരമാണ് അയാൾക്കെന്നും ട്രംപ് അദ്ദേഹത്തിന്റെ സമൂഹമാധ്യമമായ ദ ട്രൂത്തിൽ എഴുതി. ട്രംപ് ഭീഷണി നാടകം തുടരുകയാണെന്ന് മെദ്വദേവ് മറുപടി നൽകി. റഷ്യ ഇറാനോ ഇസ്രയേലോ അല്ലെന്ന് ട്രംപ് ഓർക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കാത്ത പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നായി ട്രംപ്. സോവിയറ്റ് യൂണിയൻ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴുമുണ്ടെന്ന് മെദ്വദേവും ട്രംപിനെ ഓർമ്മപ്പെടുത്തി. ദിമിത്രി മെദ്വദേവിന്റെ പ്രതികരണത്തിൽ കലിപൂണ്ട ട്രംപ് റഷ്യയ്ക്കടുത്ത് ഉചിതമായ മേഖലകളിൽ 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഉത്തരവിട്ടു. ട്രംപിന്റെ നടപടിയെ അവഗണിക്കുന്നുവെന്നും US-നേക്കാൾ കൂടുതൽ ആണവ അന്തർവാഹിനികളെ തങ്ങൾ ലോകസമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും റഷ്യയിലെ മുതിർന്ന പാർലമെന്റ് അംഗം വിക്ടർ വൊഡാലാറ്റ്സ്കി പ്രതികരിച്ചതോടെ വാഗ്പോര് ശക്തമായി. 2 US അന്തർവാഹിനികളും സഞ്ചരിക്കട്ടെ, അവ കുറെ കാലമായി ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്, വൊഡോലാറ്റ്സ്കി പറഞ്ഞു. അമേരിക്കയുടെ അന്തർവാഹിനികൾ അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലാണെന്നും അതിനാൽ റഷ്യയ്ക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും വൊഡോലാറ്റ്സ്കി വ്യക്തമാക്കി. ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് വ്ളാദിമിർ പുടിനോ ക്രെംലിൻ വക്താക്കളോ പ്രതികരിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് തയ്യാറായാലും ലക്ഷ്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ. അതേസമയം അന്തർവാഹിനികൾ വിന്യസിക്കാൻ നിർദ്ദേശിച്ചത് കോപം മൂത്ത ട്രംപിന്റെ വാചകമടിയായി മാത്രമേ റഷ്യ കാണുന്നുള്ളൂ എന്നാണ് വിദേശ മാധ്യമങ്ങളും സുരക്ഷാ വിദഗ്ധരും വിലയിരുത്തുന്നത്.